ഒഖി വിഷയത്തിലടക്കം സർക്കാർ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതിന് സസ്പെൻഷൻ നടപടി നേരിടുന്നതിനിടെയാണ് ജേക്കബ് തോമസിന് വീണ്ടും സസ്പെൻഷൻ നൽകിയത്. സർക്കാർ അനുമതിയില്ലാതെ പുസ്തകങ്ങൾ എഴുതിയതിനാണ് നടപടി. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന ആദ്യ പുസ്തകത്തിലും കാര്യവും കാരണവും എന്ന രണ്ടാമത്തെ പുസ്തകത്തിലും ചട്ടവിരുദ്ധമായ നടപടികളുണ്ടായെന്ന് കണ്ടെത്തിയിരുന്നു. വിജിലൻസ് ഡയറക്ടറായിരിക്കെ പരിഗണിച്ചിരുന്ന കേസുകളെക്കുറിച്ചും സർക്കാർ നയങ്ങളെ വിമർശിച്ചും പുസ്തകങ്ങളിൽ പരാമർശങ്ങളുണ്ടായിരുന്നു. നേരത്തെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് അച്ചടക്ക ലംഘനം കണ്ടെത്തിയത്. തുടർന്ന് വിശദമായ അന്വേഷണം നടത്താൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജീവ് സദാനന്ദൻ അധ്യക്ഷനായ സമിതിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ സമിതിക്ക് മുന്നിൽ ഹാജരായി വിശദീകരണം നൽകാനുള്ള നിർദ്ദേശം ജേക്കബ് തോമസ് പാലിച്ചില്ല. അച്ചടക്ക ലംഘനം തുടരുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത്. മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ ചീഫ് സെക്രട്ടറി പോൾ ആന്റണിയാണ് സസ്പെൻഷൻ ഉത്തരവിറക്കിയത്. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IPS ഉദ്യോഗസ്ഥരിൽ ഒരാൾ സസ്പെൻഷനുമേൽ സസ്പെൻഷൻ നടപടി നേരിടുന്ന സാഹചര്യം അപൂർവമാണ്. കടുത്ത നടപടിയുണ്ടായ പശ്ചാത്തലത്തിൽ ജേക്കബ് തോമസിന്റെ നിലപാടും ഇനി നിർണായകമാവും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.